ഹലോ മൈ യൂട്യൂബ് ഫാമിലി, വെൽക്കം ബാക്ക് ടു അനദർ ഷോർട്ട് വീഡിയോ ഓഫ് LG വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എന്താ പറയുക, നിങ്ങളോട് എന്താ പറയാമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് മീ ഫാറു. ശരിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വരുമ്പോൾ തന്നെ തൊണ്ട ഇടറുന്നുണ്ട് വല്ലാതെ. ശരിക്കും ഞാടി ഞരമ്പെല്ലാം വലിഞ്ഞു മുറിഞ്ഞിരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരു വീഡിയോന് വേണ്ടി പറയല്ല, ശരിക്കും സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം എന്ന് പറയാൻ പോകുന്നത് മൗമിതയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ആർജേക്കർ ഹോസ്പിറ്റലിൽ വെച്ച്, കൊൽക്കത്തയിലെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട നമ്മുടെ സ്വന്തം മൗമിത PG സ്റ്റുഡൻ്റാണ്, മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അവരുടെ മരണം ഏവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു അല്ലേ. വളരെ നമുക്ക് പ്രയാസം തോന്നുന്ന രീതിയിലുള്ളൊരു ഭയങ്കര മരണമാണ്. അവർ 36 മണിക്കൂർ അവരുടെ വർക്ക് ടൈം കഴിഞ്ഞ്, അവർ പ്രാക്ടീസ് ടൈമിലുള്ള വർക്ക് ടൈം കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു അവർ സെമിനാർ ഹാളിലേക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ പോയി പിന്നെ പിറ്റേ ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അവർ കാണുന്നത് അവർ മരിച്ച നിലയിലാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ സെമിനാർ ഹാളിലേക്ക് പോയതാണ്. അവർ മരിച്ച നിലയിൽ എന്താ പറയുക, സാധാരണ ഒരു മരിച്ച രീതിയിലല്ല കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറയുക, കഴുത്തിൻ്റെ അവിടെയുള്ള ഇതൊക്കെ പിടിച്ചമർത്തി എല്ലൊക്കെ പൊട്ടി. കാല് സാധാരണ നമുക്ക് പരമാവധി വിടർത്താവുന്നതിലും വിടർത്തി, 2 കാലും കൊണ്ട് വിടർത്തി, ഒരു കാല് മേലോട്ടേക്ക് വിടർത്തി വെച്ചിട്ട് നമ്മൾ പ്രൈവറ്റ് പാർട്ട് ആ ഭാഗത്തേക്ക് വരുന്ന ബോണെങ്ങാനാണെന്ന് തോന്നുന്നു പൊട്ടി, എല്ല് പൊട്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ബ്ലീഡിങ് ആണ് പ്രൈവറ്റ് പാർട്ടിൽ. പിന്നെ എന്താ പറയുക, അങ്ങനെ ചോരയിൽ മൊത്തം കുളിച്ച് കിടക്കുകയായിരുന്നു അവർ. ചുണ്ടൊക്കെ എന്താ പറയുക പൊട്ടിയിരിക്കുന്നു. കണ്ണാടി ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ഗ്ലാസ് അങ്ങനെ പൊട്ടി കുത്തി കയറിയിട്ടുണ്ട് കണ്ണിൻ്റെ പോളയിൽ. അങ്ങനെ ഒരുപാട് അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ഗ്രാം സിംസ് ആണ്. ശരിക്കും ഒരു പുരുഷൻ ഉൽപ്പാദിപ്പിക്കുന്നത് 15 ഗ്രാമാണ് സ്പേം. ഇപ്പോൾ ഒരു 8-10 ആൾക്കാർ ഉണ്ടാവും ഈ പീഡനത്തിനെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു കേസിൻ്റെ ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇവർ ഈ സംഭവം നടന്നതിന് ശേഷം വീട്ടുകാരെ അറിയിക്കുന്നത് പോലും ആത്മഹത്യ എന്നുള്ള രീതിയിലായിരുന്നു. മോളെ അത് പൂട്ടിയേ, ഐഷു ഭയങ്കര വിഷമകരമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ ഒരു രീതിയിൽ വീട്ടിൽ അറിയിച്ചതിന് ശേഷം അവർ അച്ഛൻ വന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. നേക്കഡായിരുന്നു, വസ്ത്രമൊന്നുമില്ലാതെ. എന്താ പറയുക, ശരിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും സഹതാപം വരുന്നില്ല, അല്ലെങ്കിൽ കണ്ണീര് വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ തോന്നുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ല എന്ന് പറയാം. അത്രയും ക്രൂരമായിട്ടുള്ള ഒരു പീഡനത്തിന് ഇരയായിട്ടാണ് ആ കുട്ടി ഡോക്ടർ മരണപ്പെട്ടിരിക്കുന്നത്. സഹോദരി മാപ്പ്, എന്താ പറയുക, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഈ ഒരു ക്രിമിനൽ എന്ന് പറയുന്ന മെയിനായിട്ടുള്ള അയാൾ വുമണൈസ്ഡ് ആണെന്ന് പറയുന്നു. അയാൾ മുന്നേ പോലീസ് ഓഫീസർ ഇതിലുണ്ടായിട്ട് അതിൽ നിന്ന് ഔട്ട് ഓഫ് സർവീസിലുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ എന്തോ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് വ്യക്തമായി എനിക്ക് ധാരണയില്ല. അവർ 4 വിവാഹം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഭയങ്കര ഫോൺ എഡിക്റ്റാണ്, മോശമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. ആ ഡോക്ടർ ഇത്രയും ക്ഷീണത്തിൽ വിശ്രമിക്കാൻ പോയപ്പോൾ എത്ര ക്ഷീണത്തോടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്താണ് സാധാരണ മരണം പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ അപ്പുറമായിരിക്കും ആ വേദന, മരണത്തിൻ്റെ വേദന. അതിൽ ഇതുപോലെ ഭയാനകമായി പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെടുമ്പോൾ എന്തായിരിക്കും ആ സഹോദരിയുടെ മനസ്സിൽ, എന്തായിരിക്കും ആ സമയത്ത് ആ സഹോദരി കരുതിയിട്ടുണ്ടാവുക മനസ്സിൽ, അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവുക, നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസം തോന്നുന്നൊരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. പറയാൻ പോലും എനിക്ക് വാക്കുകളില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുക, നിങ്ങൾക്കൊക്കെ അറിയാലോ, സംഭവങ്ങളെല്ലാം അറിയാലോ. നമ്മൾ ഫ്രിഡ്ജ് പൂട്ടിയേ, കാല് തട്ടല്ലേ, തുറക്കണ്ടേ ആയിഷോ. അപ്പോൾ എല്ലാവരും ആ ഒരു പെൺകുട്ടിയല്ല, മൗമിത എന്നാണ് പേര് പോലും പലയിടങ്ങളിലും പറയുന്നില്ല. അവൾക്ക് വേണ്ടി ശബ്ദങ്ങൾ ഇങ്ങനെ കൊൽക്കത്തയിലും മറ്റും ഉയരുന്നുണ്ട്, എല്ലായിടത്തും ഉയരുന്നുണ്ട്. ഇപ്പോഴാണ് എല്ലാവരും സ്റ്റോറി ഇട്ട് വരുന്നത്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പലരും എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഒരു ഞെട്ടലോടെ ഓരോന്നും തിരിച്ച് റിപ്ലൈ തരുന്നത്. അപ്പോൾ പലരും അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ പ്രതികരിക്കുക എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. RJ ഹോസ്പിറ്റലിൽ തെളിവ് നശിപ്പിക്കുക, ഇവർ ഇതിനെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി 1000-ന് മേലെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഇറക്കി വിട്ടിട്ട് ഫുൾ അടിച്ച് പൊട്ടിച്ചെല്ലാം അലങ്കോലാക്കി ഹോസ്പിറ്റൽ മൊത്തം തകർത്ത് തെളിവുകൾ നശിപ്പിക്കാൻ. ഓൾറെഡി ഈ ഒരു കുറ്റകൃത്യം ചെയ്ത് അവരെ വീടുകളിൽ പോയി തെളിവുകളൊക്കെ നശിപ്പിച്ച് നല്ല രീതിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഈ പ്രതികളെല്ലാം തന്നെ. പിറ്റേന്ന് രാവിലെയാണ് ഇതിനെക്കുറിച്ച് പുറത്തറിയുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ ശേഷമുള്ള ബാക്കിയുള്ള തെളിവുകളും ഇവരൊക്കെ ഹോസ്പിറ്റലിൽ ഇതേപോലെയുള്ള ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇറക്കിയിട്ട് നശിപ്പിച്ചു. ഭയങ്കര ക്രൂരമാണല്ലേ. ഒരു 10% മാത്രമേ എനിക്ക് എന്തെങ്കിലും എവിഡൻസ് ബാക്കിയുണ്ടാവും. അതന്നെ ഇനി പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത് എവിഡൻസ് ആയിട്ട് പരിഗണിക്കാത്ത രീതിയിലേക്ക് മാറ്റിക്കളയും എന്നുള്ള ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ എല്ലാവരും പ്രേ ചെയ്യുക. എന്തായാലും ദൈവത്തിൻ്റെ ഒരു മിറാക്കിൾ എന്തായാലും സംഭവിക്കുന്ന ഉറപ്പാണ്. എല്ലായിടത്തും കൊൽക്കത്ത നഗരത്തിലെല്ലാം പ്രതിഷേധിക്കുന്ന ആൾക്കാർക്കെതിരെ ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം സംഭവിച്ചുകൊണ്ട് ആ ഒരു തെളിവൊക്കെ പുറത്തു വന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് വിജയിക്കണം. ആ കുട്ടിക്ക് മൗമിത എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ സഹോദരിക്ക് നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രേ ചെയ്യണം. എല്ലാവരും സ്റ്റാറ്റസ് വെക്കണം. എല്ലാവരും ഇക്കാര്യം അറിയിക്കണം, പ്രതികരിക്കണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെത്ര പ്രതികരിച്ചു കഴിഞ്ഞാലും ഈ സംഭവം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ആദ്യം ഒരു നിർഭയായിരുന്നു, ഇത് നിർഭയ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എത്ര നിർഭയമാർ വരുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇനി ഉണ്ടാവരുത്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു രീതിയിലുള്ള ഇതാണ് വരേണ്ടത്. കനവ് കഥ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ കണ്ട് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു ശിക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കാർട്ടൂൺ അഖിൽ മറ്റുള്ള ഒരാൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടു നോക്കണം ഇൻസ്റ്റാഗ്രാമിൽ. അതൊരു അടിപൊളിയാണ്. ശരിക്കും അവരെ ശിക്ഷിക്കുന്നു, ജനങ്ങളെ ശിക്ഷിക്കുന്നു. അവൻ്റെ നട്ടല്ലൂരി എല്ല് കാണുന്ന രീതിയിൽ കൈതാക്കി അങ്ങനെ തന്നെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ദൈവദൂതനെ പോലെ ആരെങ്കിലും വന്നിട്ട് ആ കുട്ടിക്ക് നീതി കിട്ടുന്ന രീതിയിൽ ഇനി ഒരാൾ ഇതുപോലെ ചെയ്യരുത് എന്ന് ഒരു പാഠം കൊടുക്കുന്ന രീതിയിൽ ആരെങ്കിലും ഒന്ന് എന്താ പറയുക ഇതിനെതിരെ ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തന്നെ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോകുന്നുണ്ടല്ലേ. എന്തായാലും ദൈവം എന്ന് പറയുന്ന മുകളിൽ ഒരാളുണ്ട്. ആളെന്തായാലും നന്മ ചെയ്യുന്നവരുടെ കൂടെയുണ്ട്. തിന്മ ചെയ്യുന്നവരെ തൽക്കാലം ഇങ്ങനെ സമയം അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും അവർ വെറുതെ ആവില്ല. അവർക്കുള്ള ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടുന്ന ഉറപ്പുണ്ട്. എന്തായാലും മൗമിതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവണം നമുക്കെല്ലാവർക്കും. അതുപോലെ പ്രതികരിക്കണം. അതുപോലെ എന്ത് ചെറുതും വലുതുമായിട്ട് എന്ത് സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുക. എല്ലാവരും പറയുക. ഈ ഒരു സംഭവം നടന്നിട്ടും ബാക്കിയുള്ള ഹോസ്പിറ്റലിലെ ആൾക്കാർ ഇറക്കുന്ന സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കരുത്, ഒറ്റയ്ക്ക് ഇതാക്കരുത്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവർക്ക് ഒരു റെസ്റ്റ് ചെയ്യാനൊരു റൂമെങ്കിലും കൊടുക്കാമെന്നുള്ള അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ടല്ലേ. നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇതിനെതിരെ എന്തായാലും നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. എന്തായാലും പ്രേ ഫോർ മൗമിത. അതുപോലെ എന്താ പറയുക, ജസ്റ്റിസ് ഫോർ മൗമിതയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. അതുപോലെയുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടും എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയിട്ടും, സ്ത്രീകൾക്കെതിരെ മാത്രമല്ല ഇപ്പോൾ പുരുഷന്മാർക്കെതിരെയും കൂടി പീഡനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടണം. എന്തായാലും ജസ്റ്റിസ് ഫോർ ട്രൂ. എന്തായാലും നമുക്ക് നന്മയുടെ കൂടെ നിൽക്കാം. ഏതെങ്കിലും ഒരു സമയം ദൈവം ഇതിനൊക്കെ ഒരു ജസ്റ്റിസ് നീതി തരുമെന്ന്, ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Okay, bye from LG Vlogs. Sneha.